ഹായ്, ഇന്ന് നമ്മൾ ഓൺലൈൻ ഗ്യാസ് ബുക്കിംഗ് ആണ്. HP ഗ്യാസ് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ ഗ്യാസ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റുക. കൂടെ ഉള്ള ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. HP ഗ്യാസ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് ലഭിക്കും. അതല്ല, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നെങ്കിലും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യണം. നമ്പറോ ഇമെയിൽ ID നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇമെയിൽ ID കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിൽ ID ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇമെയിൽ ID ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ സൈറ്റിൽ കയറിയിട്ട് ശേഷം അവരുടെ HB ഗ്യാസിൻ്റെ സൈറ്റ് കയറിയിട്ട് നമ്മൾ ആ ഇമെയിൽ ID ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതല്ല, നിങ്ങൾ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിവിടെ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ OTP ചോദിക്കും. OTP ചോദിച്ചതിന് ശേഷം ആ ഒരു OTP അടിച്ചിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ടാവും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇമെയിൽ ID ആണ് ഇവിടെ അടിക്കുന്നത്, കാരണം ഓൾറെഡി ഞാൻ ലിങ്ക് ചെയ്തതാണ് ഇമെയിൽ ID. ഓക്കെ, പാസ്വേഡ് അടിക്കുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയി പോകുന്നത്. ഓക്കെ, പാസ്വേഡ് അടിച്ചപ്പോൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡെലിവറി തന്നെ ക്യാഷ് ഓൺ ഉണ്ട്. പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ റീഫിൽ ഓർഡർ ഹിസ്റ്ററി ഉണ്ട്. സെക്കൻഡ് സിലിണ്ടർ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി റേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറെ ഡെലിവറി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഓർഡർ കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് അവർ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു മെയിൽ അയക്കും. അത് നമ്മുടെ ഇതിൽ ലിങ്ക് ചെയ്ത മെയിലിലേക്കാണ് പോവുക. ഓക്കെ, ബുക്ക് ചെയ്തിട്ടുണ്ട്. റീഫിൽ ബുക്കിംഗ് ഡൺ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ട്. ഇവിടെ റീഫിൽ ഓർഡർ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് കൊടുത്ത ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മുമ്പ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡർ ചെയ്ത ഡേറ്റ് കാര്യങ്ങളും ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും, ഏത് ഡേറ്റിനാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്നുള്ളത്. അതുപോലെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ക്യാഷ് ആണോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്തതെന്നും അവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുമ്പ് ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സിഡി സിലിണ്ടർ ആണോ നമ്മൾ ബുക്ക് ചെയ്തതെന്ന് എല്ലാം ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണുന്നുണ്ട്. പിന്നെ അതിലുള്ളൊരു ഫ്യൂച്ചറാണ് നമുക്ക് ഡെലിവറി ടൈം ചെക്ക് ചെയ്യാനുള്ളത്. നിലവിൽ ആക്റ്റീവ് അല്ല, പക്ഷേ ഭാവിയിലേക്ക് ഈ ഫ്യൂച്ചർ കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സർവീസ് കാണുന്നുണ്ട്. ടെമ്പററി അൺഅവൈലബിൾ ആണ്, ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. ഭാവിയിലേക്ക് എന്തായാലും ആ ഒരു ഫ്യൂച്ചർ കൂടിയും വരുമെന്ന് വിചാരിക്കും. എന്തായാലും നല്ലൊരു ഫ്യൂച്ചേഴ്സാണ് നമുക്ക് ആപ്പിൽ ലഭിക്കുന്ന, അടിപൊളി ഫ്യൂച്ചേഴ്സ് തന്നെയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പേയ്മെൻറ്റിനാണെങ്കിലും അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനാണെങ്കിലും സബ്സിഡിയുടെ ചെക്ക് ചെയ്യാൻ എമർജൻസി സർവീസ് ഉണ്ട്, മെക്കാനിക്കൽ, അതുപോലെ സേഫ്റ്റി ടിപ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ആപ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുള്ള ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, ഏത് ഫോണിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്പ്. അടിപൊളി ആപ്പ് തന്നെയാണ്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.